വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തിൻ്റെ 76ാമത് റിപ്പബ്ലിക് ദിനം രാജ്യമെങ്ങും സമുചിതമായി ആഘോഷിച്ചു. കണ്ണൂരിലും മാഹിയിലും റിപ്പബ്ലിക് ദിനം വിപുലമായി കൊണ്ടാടി. മാഹി കോളേജ് ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ പതാക ഉയർത്തി. തുടർന്ന് അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. D. Mohan Kumar, after unfurling the national flag, stepping forward for inspecting the Guard of Honor. വിവിധ പോലീസ് സേനാംഗങ്ങൾ, വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ എന്നിവരുടെ മാർച്ച് പാസ്റ്റ്, സ്കൂൾ വിദ്യാർത്ഥികളുടെ ദേശീയോദ്ഗ്രഥന നൃത്തപരിപാടികൾ എന്നിവ അരങ്ങേറി. പുതുച്ചേരി സിവിൽ പോലീസ്, JNGHSS മാഹി, Higher Secondary School മാഹി, VN പുരുഷോത്തമൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളൂർ, ഹയർ സെക്കൻഡറി സ്കൂൾ പന്തക്കൽ, Kasturba Gandhi Government High School Pallur, High School Chalakara, Pandakal, Mahi, Excel Public School Chalakara, Saint Teresa High Secondary School Pallur, മാഹി MLA രമേശ് പർമത്ത്, പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ്, പുതുച്ചേരി മുൻ ഡെപ്യൂട്ടി സ്പീക്കർ PK സത്യാനന്ദൻ, മുൻ MLA ഡോക്ടർ വി രാമചന്ദ്രൻ, മാഹി പോലീസ് സൂപ്രണ്ട് G ശരവണൻ എന്നിവർ പങ്കെടുത്തു. ദേശീയ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ, കലാ, കായിക മേഖലകളിൽ മികവുകൾ കാട്ടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. Government High Secondary School Pallur, Muhammad Nafi K. participated in the 68th National School Games. KP +2 participated in the 68th National 24-23. Next we have Government PM3 Kendriya Vidyalaya Mahi. മികച്ച പോലീസ് കണ്ടിജന്റിനുള്ള റോളിംഗ് ട്രോഫി ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കരസ്ഥമാക്കിയപ്പോൾ മികച്ച സ്കൂൾ കണ്ടിജന്റിനുള്ള റോളിംഗ് ട്രോഫി ജവഹർ നവോദയ വിദ്യാലയ പന്തക്കലും എക്സൽ പബ്ലിക് സ്കൂൾ ചാലക്കര എന്നീ വിദ്യാലയങ്ങളും പങ്കിട്ടു.
മാതൃരാജ്യത്തിനായി പോരാടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരുടെ നിത്യസ്മരണം നിലനിർത്താൻ തലശ്ശേരി നഗരസഭയും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് മെൻ ലീഗ് തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ച അമർ ജവാൻ യുദ്ധസ്മാരകം നാടിന് സമർപ്പിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ നഗരസഭാ അധ്യക്ഷ KM ജമുന റാണി ടീച്ചർ യുദ്ധസ്മാരകം നാടിന് സമർപ്പിക്കുകയായിരുന്നു. തലശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് മാതൃരാജ്യത്തിനു വേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ച ധീരയോദ്ധാക്കളുടെ സ്മരണയ്ക്കായി അമർ ജവാൻ യുദ്ധസ്മാരകം ഒരുക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി സ്മാരകം നാടിന് സമർപ്പിച്ചു. യുദ്ധസ്മാരകം വാർ മെമ്മോറിയൽ ഇവിടെ പണി കഴിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ നമ്മുടെ നാടിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്ര ജവാന്മാർ നമുക്കുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആത്മാവിന് മുന്നിൽ നമ്മളൊരു നിമിഷം ഓർമ്മിച്ചുകൊണ്ട് ഈ യുദ്ധസ്മാരകം തലശ്ശേരിയിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വളരെ സന്തോഷകരമായ സംഘത്തിൽ പങ്കെടുക്കാൻ സർവീസ്മെൻ, അതുപോലെ തന്നെ അവരുടെ ഫാമിലികൾ, നമ്മുടെ NCC കേഡറ്റുകൾ, തലശ്ശേരിയിലെ വ്യാപാരി സുഹൃത്തുക്കൾ, അങ്ങനെ ജനപ്രതിനിധികൾ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നൽകുന്നു. യുദ്ധസ്മാരകത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ തൊഴിലാളികളെയും സ്മാരകത്തിന് തോക്ക് മാതൃക നിർമ്മിച്ചു നൽകിയ പ്രശാന്ത് കൊണ്ടോട്ടിയെയും ആദരിച്ചു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ MV ജയരാജൻ, നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടറും സൈനികനുമായിരുന്ന V അനിൽകുമാർ, കര, നാവിക, വ്യോമസേനകളിൽ നിന്ന് വിരമിച്ച വിമുക്ത ഭടന്മാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ നേതൃത്വത്തിൽ സൈലത്തിന്റെ സഹകരണത്തോടെ LSS USS വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിശീലനം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ നേതൃത്വത്തിൽ സൈലത്തിന്റെ സഹകരണത്തോടെ LSS USS വിദ്യാർത്ഥികൾക്ക് കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശീലനം സംഘടിപ്പിച്ചു. KP മോഹനൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് നല്ല വിജ്ഞാനമുണ്ട്, ജ്ഞാനബോധമുണ്ട്. അത് മുറുകെ പിടിച്ചുകൊണ്ട് ഈ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും LSS USS പരീക്ഷയിൽ കൂടുതൽ മാർക്ക് വാങ്ങി മുന്നിലെത്തണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് പരിപാടി പ്രവർത്തനം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ വിദ്യാലയങ്ങളും അലമാരിയും KP രമേശ് ബാബു, ബാലകൃഷ്ണൻ മാസ്റ്റർ, E സുരേഷ് ബാബു, V സുജാത ടീച്ചർ, MV ശ്രീജ, CK സുധീഷ് എന്നിവർ സംസാരിച്ചു. ശ്രുതി വൈശാഖ്, ആനിറ്റ അഗസ്റ്റ്യൻ എന്നിവർ ക്ലാസ് കൈകാര്യം ചെയ്തു. എല്ലാവരും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്.
എൻ്റെ പേര് ശ്രുതി എന്നാണ്, ശ്രുതി വൈശാഖ്. കാണാറുണ്ടോ ക്ലാസ്സുകളെ? എല്ലാവരും കാണാറുണ്ടോ? അപ്പൊ ഞങ്ങൾ സൈലത്തിൽ നിന്നാണ് വരുന്നത്, അറിയാല്ലേ? ചിത്രകാരിയും അധ്യാപികയുമായ സജില മധുവിൻ്റെ സോളാസ് ചിത്ര പ്രദർശനത്തിന് കതിരൂർ ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. വിവിധ മാധ്യമങ്ങളിലായി രചിച്ച 62 സൃഷ്ടികളുടെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം ആർട്ടിസ്റ്റ് മദനൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഓയിൽ പെയിന്റ്, വാട്ടർ കളർ, അക്രലിക്, പെൻ ആൻഡ് ഇങ്ക് തുടങ്ങി വിവിധ മാധ്യമങ്ങളിലായി 62 ചിത്രങ്ങളാണ് വരച്ചത്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പ്രദർശനം കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗ്യാലറിയിൽ ആർട്ടിസ്റ്റ് മദനൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തിന്റെ ദിവസം കൂടിയാണെങ്കിലും അതിനാണ് ഒരു തടസ്സമില്ലാതെ ഞാനിങ്ങോട്ട് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത്. സജില എന്ന് പറയുന്ന ചിത്രകാരിയുടെ ചിത്രങ്ങൾ നമ്മളിപ്പം കണ്ട് വിശദമായി കാണുന്നൊരു സന്ദർഭം വന്നുകൊണ്ടിരിക്കുകയാണ്. സജിലയുടെ ചിത്രങ്ങള് ഞാൻ ആദ്യം തന്നെ പറയാം, വളരെ വളരെ ഒരു തുടക്കക്കാരിയുടെ ചിത്രം പോലെയല്ല ശരിക്കും. നല്ല കൈത്തടക്കം ഭംഗിയുള്ള നിറങ്ങളെ കുറിച്ച് നല്ല ഒരു സ്വന്തമായിട്ടൊരു പഠനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സജിലയുടെ പെയിന്റിങ്ങിനെ കൂടി എനിക്ക് കാണാൻ പറ്റുന്നത്. ഒന്നിനൊന്ന് വ്യത്യസ്തമായ രീതികൾ അവര് പ്രയോഗിച്ചിട്ടുണ്ട്. അവരുടെ വരകൾക്ക് ഒരു ഒളിച്ചു കളിയില്ല, അത് നിറങ്ങൾക്ക് ഒളിച്ചു കളി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില പി രാജ് അധ്യക്ഷത വഹിച്ചു. ആർട്ട് ഗ്യാലറിയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ വിഖ്യാത ശില്പി വത്സൻ കൂർമകൊല്ലേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മധു കുന്നോത്ത് ചിത്ര പരിചയം നടത്തി. വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗം രൂപേഷ് ചാത്തോത്ത്, കെ ശശികുമാർ, ജൈൻ കാലിക്കറ്റ്, ഇ ദാമോദരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചിത്രകാരി സജില മധു മറുപടി പ്രസംഗം നടത്തി. സോളാസ് ചിത്ര പ്രദർശനം ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സമാപിക്കും. റിപ്പബ്ലിക് ദിനത്തിൽ ധർമ്മടം മണ്ഡലത്തിൽ സൈനികർക്ക് ആദരം. കേരള ആർട്ടിസാൻ ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരായനം ഒരുക്കിയത്. ഓൾ കേരള ആർട്ടിസൻ ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മമ്പറത്ത് നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷവും സൈനികരെ ആദരിക്കൽ ചടങ്ങും INTUC ജില്ലാ പ്രസിഡന്റ് ജോർജ് ജോസഫ് പ്ലാന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മഹത്തായ ചടങ്ങ് നടത്താൻ ധൈര്യം കാണിച്ചതിന് നേതൃത്വം കൊടുത്ത ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ ബഹുമാന്യനായ നേതാവ് ഉമ്മർ ദിവാകരനെ ഞാൻ ഹൃദയത്തിൽ തൊട്ട് അഭിനന്ദിക്കുക. ഇവിടെ ആര് വന്നാലും വന്നില്ലെങ്കിലും അവരോട് മുഴുവനുള്ള ആദരവാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ചടങ്ങിൽ വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഹൃദയത്തിൽ തൊട്ട് അഭിനന്ദിക്കുക. നമുക്കറിയാം, സൈനികർ എന്ന് പറയുമ്പോൾ ഞാനിപ്പോഴും ഓർക്കാറുണ്ട്. ഞാനിവിടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയതിനു ശേഷം ഞാൻ ധാരാളം വരുന്ന ഒരു പ്രദേശമാണ് മമ്പറം. ഈ മമ്പറത്തുള്ള ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. മമ്പറത്തുള്ള ആളുകൾ അവർ നിൽക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി, അവരേറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തത്തിന് വേണ്ടി നിസ്വാർത്ഥമായി, സത്യസന്ധമായി, നിഷ്കളങ്കമായി തൻ്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞാൽ പോലും ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരമുള്ള ആളുകളാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മമ്പറം ദിവാകരൻ അധ്യക്ഷനായി. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ, പ്രത്യേകിച്ചും നെഹ്റു കുടുംബത്തിനെ അങ്ങേയറ്റം ആദരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ എൻ്റെ ചെറുപ്പകാലം പെർളശ്ശേരി ഹൈസ്കൂളിൽ AKGയുടെ നാട്ടിൽ പെർളശ്ശേരിയിലെ പഠിക്കുന്ന 65 കാലഘട്ടം മുതൽ ഇന്ന് വരെ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് എവിടെയും പോവാതെ നെഹ്റു കുടുംബത്തിന്റെ കൂടെ നിന്ന ഒരാളാണ്. അന്നു മുതൽ ഈ മമ്പലത്തുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരെ
അവരെല്ലാവരെയും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെയുള്ള പ്രഗത്ഭരായ ഒട്ടു വളരെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, നമ്മളെ ഗുരുക്കന്മാരായ ആളുകളുണ്ട്. മണാട്ട് കുഞ്ഞമ്പു മാസ്റ്ററും മണാട്ട് കുഞ്ഞിക്കണ്ണൻ ടീച്ചറും സഖാവ് അനന്താട്ടനും കൊല്ലനാട്ടി കൃഷ്ണാട്ടനും അതുപോലെയുള്ള നൂറുകണക്കിന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രവർത്തകന്മാരുള്ള ഒരു പ്രദേശമാണിവിടെ. അപ്പൊ അതുകൊണ്ട് അവരെയെല്ലാം അവരെ കുടുംബങ്ങളെയെല്ലാം ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. പരിപാടിയിൽ പ്രശസ്ത സിനിമാ താരം ശുഭ തലശ്ശേരിയെയും നിരവധി വിമുക്ത ഭടന്മാരെയും സൈനികരെയും ആദരിച്ചു. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PKM ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. എക്സ് സർവീസസ്മെൻ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രഘുനാഥ് നർമ്മടം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയരാജ്, NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഷ്റഫ് മമ്പറം, കടമ്പൂർ മണ്ഡലം പ്രസിഡന്റ് രാജേഷ്, വേങ്ങാട് മണ്ഡലം പ്രസിഡന്റ് CP സലീം, പിണറായി മണ്ഡലം പ്രസിഡന്റ് സുജിത് കാരായി, മമ്പറം മണ്ഡലം പ്രസിഡന്റ് നരേന്ദ്രബാബു, A കുഞ്ഞിരാമൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് മവ്വഞ്ചേരി ദിനേശ് ബാബു സ്വാഗതവും ജില്ലാ സെക്രട്ടറി ശ്രീജ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തലശ്ശേരി പാണൂർ റൂട്ടിൽ 55 വർഷത്തെ മികച്ച സേവനം പൂർത്തീകരിച്ച് പുതിയ ബസ് സർവീസ് ആരംഭിക്കുന്ന സജിത്ത് ബസ്സിന് കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഈങ്ങേൽ പീടികയിലാണ് സ്വീകരണം ഒരുക്കിയത്. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ഈങ്ങേൽ പീടികയിൽ ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ വായനശാല സെക്രട്ടറി K അരുൺകുമാർ, അച്യുതൻ എന്നിവർ നേതൃത്വം നൽകി. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി തലശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിമുക്ത ഭടന്മാരുടെ സംഗമം സംഘടിപ്പിച്ചു. ബ്രണ്ണൻ BEd കോളേജ് ഓഡിറ്റോറിയത്തിൽ V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. വിമുക്ത ഭടന്മാരുടെ സംഗമം ബ്രണ്ണൻ BEd കോളേജ് ഓഡിറ്റോറിയത്തിൽ V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. പണ്ഡിറ്റ് പുസ്തകത്തിന്റെ ഗാനം, ഇതിന്റെ ഏറ്റുപാടിയ ഗാനം അത് നടന്നു പോകുന്ന വഴിയിൽ ആലപിക്കുകയായിരുന്നു. സർവലോഷിക്ക് തമന്ന അബദ്ധമായ രക്തസാക്ഷിയാവാൻ ഞാൻ തുടിക്കുകയാണ്, എൻ്റെ ഹൃദയം തുടിക്കുകയാണ് എന്ന് പാടിക്കൊണ്ട് നടന്നു പോയിട്ടുള്ള ഭഗത് സിംഗിന്റെ ധീരവൈദ്യവും അതാണ് വിന്യസിച്ചത്. അതിന്റെ തുടർച്ചയിൽ നാം മഹാനായ ഗാന്ധിയെ കാണുകയാണ്. മഹാനായ മഹാത്മാവും ആ മഹാത്മാവ് ബിർളാ മന്ദിരത്തിൽ നിന്ന് പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് നടന്നു പോകുമ്പോൾ ആ നടത്തത്തിനിടയിൽ നെഞ്ചിലേക്ക് വെടിയുണ്ട തറയ്ക്കുന്ന അവളിൽ നിഷ്ഠൂരനായ നരാത്മനായ മനുഷ്യനാൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട തറയ്ക്കുന്ന ആ നിമിഷം ഗാന്ധിജിയുടെ നാവിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട പ്രാർത്ഥനാ ഗാനം അത് അദ്ദേഹം ആലപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏരിയ സെക്രട്ടറി CK രമേശൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ, KPP സദാശിവൻ, O മഹേന്ദ്രൻ, KK വിശ്വനാഥൻ, AK രൂപേഷ്, കാരായി ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. കാത്താണ്ടി റസാഖ് സ്വാഗതം പറഞ്ഞു. രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിനം കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു.
കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 76ാമത് റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രധാനാധ്യാപകൻ പി വിനോദ് പതാക ഉയർത്തി. കെ പി മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. മതേതര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ്. അത് നേടിയത് ജനുവരി 26-നാണ്. നമ്മളൊക്കെ തന്നെ ഊർജ്ജസ്വലരായി അത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വം, ജനാധിപത്യം അത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിനാകട്ടെ നമ്മുടെ എല്ലാവരുടെയും ആഹ്വാനവും പ്രവർത്തനവും. നമ്മളെന്ത് വില കൊടുത്തും അത് സംരക്ഷിച്ചേ പറ്റൂ. കാരണം മഹാത്മജി നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം, അതിനുശേഷം മതേതര ഭാരതം, ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. എവിടെയും പറയാം, ലോകത്ത് എവിടെയുമില്ലാത്ത ഒരുപാട് സംസ്ഥാനങ്ങൾ, ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം ഇന്ത്യ രാജ്യം പോലെ വേറെ എവിടെയുമില്ല. ആ രാജ്യത്ത് പുഴുക്കുത്തുകൾ ഉണ്ടാകുമ്പോൾ അതിനെ നശിപ്പിക്കാനുള്ള ചുമതല കൂടി ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ കെ രാമദാസൻ വിശിഷ്ടാതിഥിയായി. പ്രിൻസിപ്പൽ ഇൻചാർജ് S. ജയദീപ്, PTA പ്രസിഡന്റ് KV വിനീഷ്, വാർഡ് അംഗം MV ശ്രീജ, സ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് രജനീഷ് കക്കോത്ത്, AN പ്രശാന്ത് കുമാർ, തേജസ് മുകുന്ദ്, രേഷ്മ, K. പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂൾ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC കേഡറ്റുകളുടെ മാർച്ച് പാസ്റ്റ് നടന്നു. പ്രദീപ് ശങ്കരനെല്ലൂരിന്റെ നേതൃത്വത്തിൽ വിവിധ വിദ്യാലയങ്ങളിലെ 50ഓളം വിദ്യാർത്ഥികൾക്കായി 2 ദിവസത്തെ കളിമൺ ശില്പകലാ ക്യാമ്പും സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ നിർവഹിച്ചു. MSM CIER ജില്ലാ സർഗോത്സവത്തിൽ തലശ്ശേരി മണ്ഡലം 506 പോയിന്റ് നേടി ചാമ്പ്യന്മാരായി. 467 പോയിന്റ് നേടി പാനൂർ മണ്ഡലം 2ാം സ്ഥാനവും 447 പോയിന്റ് നേടി കണ്ണൂർ മണ്ഡലം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 68 ഇനങ്ങളിൽ 2 ദിവസങ്ങളിലായി തലശ്ശേരിയിൽ നടന്ന മത്സരങ്ങളിൽ 5 വിഭാഗങ്ങളിലായി 7 മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സർഗോത്സവ് 2025 പ്രമുഖ മാപ്പിളപ്പാട്ട് രചയിതാവ് ബദറുദ്ദീൻ പാറന്നൂർ ഉദ്ഘാടനം ചെയ്തു. അതിനപ്പുറത്ത് നമ്മുടെ ഭാവി തലമുറ ഈ സംഗീതപരമായിട്ടും സാഹിത്യപരമായിട്ടും ഒക്കെ ഉന്നതിയിലെത്തുമ്പോഴും ഈ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പുതിയ സമൂഹത്തിന് വഴികാട്ടികളായി മുന്നോട്ട് നീങ്ങേണ്ടതാണ്. നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ സംഗീതം മുത്തലക്കായിട്ട് ഹറാമായി പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ ധൈര്യപൂർവ്വം ഒരു സംഘടന ഏറ്റെടുത്ത് പറയുകയാണ്, അങ്ങനെയല്ല. ഒരു നേതൃത്വം ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സന്തോഷം ചിലതല്ല. കാരണം ഒരു ഇത്രയും നല്ല ഒരു കഴിവ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ വങ്കത്വം പിന്നെ എന്താണ് ഉള്ളത്? പാട്ട് പാടാനുള്ള കഴിവ് തന്നു, പാടരുതെന്ന് പറയില്ല. സംഗീതം ചെയ്യുവാനുള്ള കഴിവ് തന്നു, അത് ചെയ്യരുത് എന്ന് പറയില്ല റബ്ബ്. അങ്ങനെ ഒരു കേവല ബുദ്ധിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളാണ് ഇത് ഹറാമാണ് എന്ന് പറയുന്നത്. മർക്കസ് ദുവ ജില്ലാ സെക്രട്ടറി CC സക്കൂർ ഫാറൂഖി അധ്യക്ഷനായി. CIER ജില്ലാ ചെയർമാൻ റമീസ് പാറാൽ, ജില്ലാ കൺവീനർ ജൗഹർ ചാലക്കര, KNM മർക്കസ് ദുവ സംസ്ഥാന കൗൺസിലർ CA അബൂബക്കർ, MSM ജില്ലാ പ്രസിഡന്റ് ബാസിദ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ മറിയം അൻവാരിയ, IGM ജില്ലാ പ്രസിഡന്റ് ഷാന ഏഴോം, ISM ജില്ലാ പ്രസിഡന്റ് റാഫി പേരാമ്പ്ര, KNM മർക്കസ് ദുവ തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് റബീസ് പുന്നാൽ, സെക്രട്ടറി നാസർ ധർമ്മടം, ഷിസിൻ ജിറക്കൽ എന്നിവർ പങ്കെടുത്തു. MSM സംസ്ഥാന പ്രസിഡന്റ് ജസിൻ നജീബ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 506 പോയിന്റ് നേടി തലശ്ശേരി മണ്ഡലം ഓവറോൾ ചാമ്പ്യന്മാരായി. 467 പോയിന്റ് നേടി പാനൂർ മണ്ഡലം 2ാം സ്ഥാനവും 447 പോയിന്റ് നേടി കണ്ണൂർ മണ്ഡലം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 68 ഇനങ്ങളിൽ 2 ദിവസങ്ങളിലായാണ് തലശ്ശേരിയിൽ മത്സരം നടന്നത്. 7 മണ്ഡലങ്ങളിലെ വിദ്യാർത്ഥികൾ 5 വിഭാഗങ്ങളിലായി പങ്കെടുത്തു. കിഡ്സ് വിഭാഗത്തിൽ ഏഴരയിലെ ഫാത്തിമ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടി. ചിൽഡ്രൻ വിഭാഗത്തിൽ മാട്ടൂൽ നോർത്തിലെ ഫാത്തിമ താജുദ്ദീനും ചക്കരക്കല്ലിലെ PP ലയാനയും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് പങ്കിട്ടു. സബ് ജൂനിയർ വിഭാഗത്തിൽ മാട്ടൂൽ നോർത്തിലെ ആയിഷ താജുദ്ദീനും ചക്കരക്കല്ലിലെ ഐറ മെഹ്റയും കക്കാടിലെ ഹവ്വ അബ്ദുള്ളയും
വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് പങ്കിട്ടു. ജൂനിയർ വിഭാഗത്തിൽ ചക്കരക്കല്ലിലെ മുജതബ യാസീനും ടീൻസ് വിഭാഗത്തിൽ ചക്കരക്കല്ലിലെ ഹന ഹബീബയും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ചെന്താര ഷട്ടിൽസും കൃഷ്ണ മെഡിക്കൽ ലാബും സംയുക്തമായി മലബാർ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെ രക്തഗ്രൂപ്പ് നിർണയവും രക്തദാനവും രക്തദാന സേന രൂപീകരണവും സംഘടിപ്പിച്ചു. 80 തവണ രക്തം ദാനം ചെയ്ത പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഗീഷ് പുല്ലോടി ഉദ്ഘാടനം ചെയ്തു. 80 തവണ രക്തം ദാനം ചെയ്ത പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഗീഷ് പുല്ലോടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രക്തദാനം രക്തദാനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കുഴപ്പങ്ങൾ കുറയും, രക്തത്തിന്റെ കട്ടി കുറയും. നമ്മൾക്ക് ആലോചിക്കേണ്ടത് ഒരു വെളിച്ചെണ്ണ ഒരു പ്രതലത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒഴുക്ക് എങ്ങനെയാണ്, ഒരു വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒഴുക്ക് എങ്ങനെയാണെന്ന് നോക്കുക. നമ്മുടെ ശരീരത്തിലെ ഈ രക്തങ്ങളിലെ തലച്ചോറ് അതുപോലെ തന്നെ കാൽപാദങ്ങളിലെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒഴുക്ക് കൃത്യമായിട്ട് നടന്നിരിക്കുന്നതിനാണ് അവിടെ നോക്കുന്നത്. ഒന്നും വേണ്ട, നമ്മളൊരു മറ്റൊരു സിമ്പിൾ ഉദാഹരണം അറിയാം. നമ്മുടെ നാട്ടിൽ വളർത്തുന്ന കിണറുകൾ, ആ കിണറ് ഉപയോഗിക്കാതെ ഉപയോഗിക്കുന്ന കിണർ നിങ്ങൾ നോക്കുന്നു. ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറിന്റെ വെള്ളത്തിന്റെ കട്ടിയും അതിന്റെ ഉപയോഗിക്കുന്ന കിണറിന്റെ അതുപോലെ നമ്മുടെ ശരീരത്തിലെ രക്തങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കാൻ. കതിരൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് അംഗം ടി ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ചെന്താര ഷട്ടിൽസിന്റെ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. മലബാർ ക്യാൻസർ സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മോഹൻദാസ്, ജി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ സ്ത്രീകളടക്കം നിരവധി പേർ രക്തം ദാനം ചെയ്തു. മുസ്ലിം സർവീസ് സൊസൈറ്റി തലശ്ശേരി യൂണിറ്റ് കമ്മിറ്റി ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷനുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മട്ടാമ്പ്രം അൻവാരിയ LP സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. മുസ്ലിം സർവീസ് സൊസൈറ്റി തലശ്ശേരി യൂണിറ്റ് കമ്മിറ്റി ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷനുമായി സഹകരിച്ചാണ് മട്ടാമ്പ്രം അൻവാരിയ LP സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വഖഫ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തോടുകൂടി നല്ല ചടങ്ങായി മാറുകയാണ്. MSSനെ സംബന്ധിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റസാഖ് എഞ്ചിനീയറും അതുപോലെ അബൂബക്കർ കേരളത്തിൽ 4 പതിറ്റാണ്ട് കാലമായി മുസ്ലിം സർവീസ് സൊസൈറ്റി, ആ സർവീസ് സൊസൈറ്റി എന്നുള്ളതിൻ്റെ S എന്ന് ഉദ്ദേശിക്കുന്നതിന് ഇതാണ്: ആരോഗ്യരംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക സേവന രംഗത്ത്, റിലീഫ് രംഗത്ത്, ഈ രംഗത്തൊക്കെ എന്തെല്ലാം സേവന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയുമോ അത് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് 44 കൊല്ലക്കാലമായി കേരളത്തിലെമ്പാടും പന്തലിച്ച്, കേരളത്തിൻ്റെ പുറത്ത് ചെന്നൈയിലും ബാംഗ്ലൂരിലും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ UAEയിലും സൗദിയിലും ഖത്തറിലും ഒക്കെ അതിന് യൂണിറ്റുകളും 10,000-ഓളം വരുന്ന അംഗങ്ങളുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് കേവലം സേവനമാണ്. അതിന് കേരളത്തിലെ 56-ഓളം സ്ഥാപനങ്ങൾ, അതിൽ പ്രസിദ്ധമാണ് തലശ്ശേരിയിലെ AVK നായർ റോഡിലെ TP കുറ്റാമൂർ സെൻറ്റർ. ആ സെൻറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രംഗത്തൊക്കെ വളരെ നിസ്തുലമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു സേവന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എന്ന നിലക്കാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഇവിടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ലോകത്തിലെ അതിപ്രശസ്തരായ ഒരു ഇസ്ലാമിക ചിന്തകൻ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ആശുപത്രി സന്ദർശിക്കണം, എന്നാലേ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തിൻ്റെ രഹസ്യം. ഇത് വളരെ വളരെ സിംബോളിക്കായി പ്രതീകാത്മകമായി നമുക്ക് മനസ്സിലാക്കുന്ന സംഗതിയാണ്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അറിയണമെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ പോയി. റസാഖ് എഞ്ചിനീയർ ചടങ്ങിൽ അധ്യക്ഷനായി. ഡോക്ടർ KK അബൂബക്കർ, ഡോക്ടർ അർഷാദ്, ഡോക്ടർ റാഷിദ, ഡോക്ടർ ഇസ്വാന, ഡോക്ടർ അസ്മാലി, ഡോക്ടർ സാലിഹ, ഡോക്ടർ ജഫ്ന, ഡോക്ടർ ശ്രദ്ധ, ഡോക്ടർ അസ്ന, ഡോക്ടർ അൻശ്രീ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സാമൂഹ്യ പ്രവർത്തകൻ മൻസൂർ മട്ടാമ്പ്രത്തിനെ ചടങ്ങിൽ ആദരിച്ചു. സോയ ടീച്ചർ സാജിദ, VP ലത്തീഫ്, സോയ ടീച്ചർ സാജിദ ലത്തീഫ്, VP മുഹമ്മദ് അലി, M സക്കരിയ, അസ്ലം മെഡിനോവ തുടങ്ങിയവർ പ്രസംഗിച്ചു. സെക്രട്ടറി VK മുഹമ്മദ് സ്വാഗതവും വനിതാ വിംഗ് പ്രസിഡന്റ് സൗജിദ് ടീച്ചർ നന്ദിയും പറഞ്ഞു.
പുന്നോൽക്കുറിച്ചിയിൽ യങ് പയനിയേഴ്സ് ലൈബ്രറി റീഡിംഗ് റൂം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ തലശ്ശേരി താലൂക്ക് സെക്രട്ടറി പവിത്രൻ മൊകേരി ഉദ്ഘാടനം ചെയ്തു. പുന്നോൽക്കുറിച്ചിയിൽ യങ് പയനിയേഴ്സ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ തലശ്ശേരി താലൂക്ക് സെക്രട്ടറി പവിത്രൻ മൊകേരി ഉദ്ഘാടനം ചെയ്തു. MT എന്ന് നമുക്കിപ്പോൾ ഒരു സംശയവും ഇല്ലാതെ പറയുവാൻ സാധിക്കുന്ന നിലയാണ്. എനിക്ക് തോന്നുന്നത് കവിത്രയങ്ങളിൽ ആശാന് കിട്ടിയ, പിന്നീട് കാൽപ്പനിക കാലത്ത് ചങ്കപ്പുഴ കിട്ടിയ ആ ഒരു സ്ഥാനം മലയാള സാഹിത്യത്തിൽ MTക്ക് ലഭ്യമാകും എന്നാണ്. കവിത്രയങ്ങളിൽ ഉള്ളൊരു വെള്ളത്തോടും മോശക്കാരൊന്നുമില്ല. ആശാൻ കവിത്രയങ്ങളിൽ ഉയർന്നു നിൽക്കുന്നു അല്ലെ, നമ്മുടെ മനസ്സിൽ ആശാൻ പ്രത്യേകമായ ഒരു സിംഹാസനം നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ചങ്ങമ്പുഴയുടെ കാലത്തുള്ള ധാരാളം കവികൾ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ചങ്ങമ്പുഴയെ പോലെ നമ്മുടെ ഹൃദയത്തിൽ നിത്യവിസ്മയമായി മലയാളത്തിന്റെ ഓഫീസായി ഒരു ചങ്ങമ്പുഴ. വനിതാ സാഹിതി തലശ്ശേരി മേഖലാ സെക്രട്ടറി TK ബിന്ദു അനുസ്മരണ പ്രഭാഷണം നടത്തി. യഥാർത്ഥത്തിൽ മാഷ് നേരത്തെ ഓരോ കഥകളിലൂടെ പോകുമ്പോഴും നമുക്കറിയാം തലമുറകളുടെ ഭാവഗതത്തെ എഴുത്തിലൂടെയും സിനിമയിലൂടെയും നിർണയിച്ച ബഹുമുഖ വ്യക്തിത്വമാണ് MT എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോഴാണെങ്കിലും അദ്ദേഹത്തിന്റെ കൃതികളെ വായിക്കുമ്പോഴാണെങ്കിലും നമ്മൾ കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. AV ചന്ദ്രദാസൻ അധ്യക്ഷനായി. KP പ്രഭാകരൻ, K ഉദയഭാനു എന്നിവർ സംസാരിച്ചു. P ജയചന്ദ്രന്റെ ഗാനങ്ങൾ കോർത്തിണക്കി ഗാനാഞ്ജലിയും അരങ്ങേറി. പാനൂർ നഗരസഭ അംഗനവാടി കലോത്സവം ശലഭോത്സവം 25 പാനൂർ KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. പാനൂർ KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പാനൂർ നഗരസഭ അംഗൻവാടി കലോത്സവം ശലഭോത്സവം 25 നടന്നത്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ആളുകളും ഉണ്ട്, അവരൊക്കെ നേരത്തെ എത്തിയതാണ്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നില്ല. നഗരസഭ ഫണ്ടിന് പുറമെ നമ്മൾ മറ്റ് സമാഹരിച്ചൊക്കെയാണ് ഈ പ്രവർത്തനങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ. നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷ ഉമേശ തിരുവമ്പാടി അധ്യക്ഷയായി. കൗൺസിലർമാരായ പ്രീത അശോക്, KK സുധീർകുമാർ, K ദാസൻ മാസ്റ്റർ, K അൻസാർ, ശ്രീജ, ഷൈന, PK പ്രവീൺ, മിനി, K സജിനി, സജില, CH സമിദാസൻ, സുഗില, ബിന്ദു മൊനാറത്ത്, നസീല കണ്ടിയിൽ, അഷിക ജുന്ന ടീച്ചർ, അൻവർ കക്കാട്, V നാസർ മാസ്റ്റർ, ഷീബ കണ്ണമ്പ്രത്ത്, PK ഷീബ, മുസ്തഫ കല്ലുമൽ, സൂപ്പർവൈസർ സിന്ധു, രതി, കോർഡിനേറ്റർ ആതിര, അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കിഴക്കച്ചമ്പാട് എടവൻ കേളോത്ത് വൈരീഘാതക ഭഗവതി ക്ഷേത്രത്തിൽ ബാലാലയ പ്രതിഷ്ഠാ മഹോത്സവം 3 ദിവസങ്ങളിലായി നടക്കും.
ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായാണ് പ്രതിഷ്ഠാ മഹോത്സവം നടക്കുന്നത്. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. 300 വർഷങ്ങളിലധികമായി പൂജാതി കർമ്മങ്ങളൊന്നും ഇല്ലാതെ നശിച്ച ക്ഷേത്രമാണ് കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായി വീണ്ടും ഉയർത്തെഴുന്നേറ്റതെന്ന് ട്രസ്റ്റി അംഗം വാലിശ്ശേരി കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. ഇത് അനാഥപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂമിയായിട്ടാണ് എനിക്ക് ചെറുപ്പത്തിലൊക്കെ മനസ്സിലായത്. അതിൽ പിന്നെ അന്വേഷണം നടത്തി ഇന്ന് ഈ തോതിൽ നമ്മൾ എത്തിച്ചേർന്നു. അത് ഈ നാട്ടുകാർക്ക് ഈ ക്ഷേത്രമില്ലാത്തതുകൊണ്ട് ഒരുപാട് യാതനകളുണ്ട്. ജ്യോതിഷന്മാരുടെ അടുത്ത് പോകുമ്പോൾ അവരെപ്പോഴും പറയുന്ന ഇത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നാഥനില്ലാത്ത കളരി പോലെ ഇതിനുവേണ്ടി നമ്മൾ പലരെയായിട്ട് സഹകരിച്ചു, സംസാരിച്ചു, അങ്ങനെയായി ഇന്ന് ഈ രൂപത്തിൽ നമ്മൾ എത്തിപ്പെട്ടു. ഇതുവരെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം നല്ല സഹകരണത്തിൽ ഇന്ന് നടന്നു പോരുന്ന എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോവുകയാണ്. പൂക്കോട് കരുണാകര പണിക്കരുടെയും ചെറുകുന്ന് ദിനേശ പണിക്കരുടെയും നേതൃത്വത്തിൽ നടത്തിയ സ്വർണ്ണ പ്രശ്നത്തോടെയാണ് 12 വർഷം കൊണ്ട് ക്ഷേത്രം പണി പൂർത്തിയാക്കിയത്. കുടുംബങ്ങളും പ്രദേശവാസികളും അടങ്ങിയ 101 അംഗ ആഘോഷ കമ്മിറ്റിയാണ് ബാലാലയ പ്രതിഷ്ഠയ്ക്കായി പ്രവർത്തിക്കുന്നതെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വാലിശ്ശേരി തറവാട് ക്ഷേത്ര പുനരുദ്ധരണത്തിനു വേണ്ടി അവരൊരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ഈ ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലം അവർ വിലക്ക് വാങ്ങി ക്ഷേത്ര നിർമ്മാണത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും തുടങ്ങിയപ്പോഴാണ് നാട്ടുകാരെന്ന നിലയിൽ അതിൻ്റെ പരിപൂർണ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചത് പ്രകാരം ഇതിൻ്റെ ബാലാരിഷ്ട പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് നാട്ടുകാരെന്ന നിലയിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് വന്നിട്ടുള്ളത്. 28 മുതൽ 30 വരെ നടക്കുന്ന ബാലാരിഷ്ട പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നാട്ടുകാരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവുമെന്നും. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആചാര്യനെ സ്വീകരിക്കും. വൈകിട്ട് 4 മണിക്ക് പ്രതിഷ്ഠാശിലകൾ ആനയിക്കൽ ഘോഷയാത്ര നടത്തും. വാദ്യം, താലപ്പൊലി, കലവർന്നിറക്കൽ ഘോഷയാത്ര പഞ്ചവാദ്യ സമേതം വാലാൽ ശ്രീ ശാക്തേയ ദേവി ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് 4 മണിക്ക് പുറപ്പെടും. വൈകിട്ട് 6 മുതൽ 7:30 വരെ ഡോക്ടർ KV ശശിധരൻ സാംസ്കാരിക പ്രഭാഷണം നടത്തും. 7:30 മുതൽ 9 വരെ പൂജാകർമ്മങ്ങളും 9 മുതൽ 10 വരെ ഭക്തിഗാനാർച്ചനയും നടക്കും. ബുധനാഴ്ച രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം, 6 മണി മുതൽ 12 മണി വരെ പൂജാതി കർമ്മങ്ങൾ, വൈകിട്ട് 4 മുതൽ 6 വരെ വിവിധ കലാപരിപാടികൾ, 6 മുതൽ 8 വരെ പൂജാതി കർമ്മങ്ങളും, 8 മുതൽ രാത്രി 10 വരെ സ്റ്റേജ് പരിപാടികൾ എന്നിവയും നടക്കും. 3-ാം ദിവസമായ വ്യാഴാഴ്ച ക്ഷേത്രം തന്ത്രി പാറോളിയില്ലം ശ്രീ ഉണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ബാലാലയ പ്രതിഷ്ഠ നടത്തും. ഉച്ചയ്ക്ക് പ്രസാദ സദ്യയും ഉണ്ടാകും. 28, 29, 30 തീയതികളിലാണ് ബാലാലയ പ്രതിഷ്ഠ. അതിൽ 30-ാം തീയതി രാവിലെ 8 മണിക്കും 9:30 ഇടയിലാണ് പ്രതിഷ്ഠ നടക്കുന്നത്. ഇവിടെ ഓർക്കാട്ടേരി ഇല്ലത്ത് പാറോളി ഇല്ലത്ത് ശ്രീ ഉണ്ണി നമ്പൂരിയാണ് പ്രതിഷ്ഠയുടെ കാർമ്മികത്വം വഹിക്കുന്ന തന്ത്രി. നമ്മുടെ 28-ാം തീയതി രാവിലെ 10 മണിക്ക് ആചാര്യനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ മറ്റുള്ള പൂജകളാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 4 മണിക്ക് ഇവിടെ അടുത്തുള്ള ശ്രീ വാലാൽ ശാക്തേയ ദേവി ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ ഘോഷയാത്ര പുറപ്പെടും. പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം അവിടെയാണുള്ളത്. അവിടുന്ന് താലപ്പൊലി, പഞ്ചവാദ്യം സമേതം കലവറ നിറക്കലൊക്കെ നടത്തിയിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ വിഗ്രഹഘോഷയാത്ര ഇവിടെ എത്തും. കതിരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS സമ്പൂർണ്ണ ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനം നടന്നു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് പരിപാടി നടന്നത്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. ശൈലജ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം നിറവേറ്റിയതിന്റെ പ്രഖ്യാപനമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും അത് ശുചിത്വ അയൽക്കൂട്ടമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. 210ഓളം കുടുംബശ്രീകൾ നമ്മുടെ കതിരൂർ ഗ്രാമപഞ്ചായത്തിലുണ്ട്. കതിരൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് തന്നെ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ്. നിരവധി പുരസ്കാരങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് കതിരൂരിന് നേടിയെടുക്കാൻ
നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കതിരൂര് ജീവിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുചിത്വത്തെ പറ്റി വീണ്ടും ഒരു ബോധവാന്മാരാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കതിരൂരുള്ള 210 കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും ശുചിത്വ അയൽക്കൂട്ടമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പ്രഖ്യാപിച്ചതോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബാധ്യത അവസാനിക്കുന്നില്ല, നമുക്ക് ഉത്തരവാദിത്തം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രഖ്യാപനം വന്നതോടുകൂടി നമ്മുടെ ഉത്തരവാദിത്തം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില പി രാജ് അധ്യക്ഷയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ വിശിഷ്ടാതിഥിയായി. ഇ സംഗീത, UV സീന, M സുഗതൻ, KP രത്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിയാട് യൂണിറ്റ് 33ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. കരിയാട് നമ്പ്യാർസ് UP സ്കൂളിലാണ് സമ്മേളനം നടന്നത്. KSSPU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം VP നാണു ഉദ്ഘാടനം ചെയ്തു. 6000-7000 ഒക്കെ ഈ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ലോക രാഷ്ട്രങ്ങളിലൊക്കെയുള്ള ജീവനക്കാരുടെ ശമ്പളം അതുപോലെ അലവൻസുകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും പെൻഷൻ്റെ അകത്ത് ഇതിന്റെ തുകയിൽ ഇളവ് വരുത്തുന്നു, കൂടുതലായിട്ട് കൊടുക്കുന്നില്ല. 5 വർഷത്തിലൊരിക്കൽ പരിഷ്കൃത കാര്യങ്ങൾ അവർ മാറ്റുകയാണ്. ഇങ്ങനെയെല്ലാം നടക്കുന്ന ഏറ്റവും ഭയാനകമായിട്ടുള്ള കാലഘട്ടമാണ് 2019-20 എന്ന് പറയുന്നത്. ലോകത്തിലാകെ ഇതിന്റെ വെട്ടിച്ചുരുക്കൽ വരുന്നുണ്ട്, ഇന്ത്യയിൽ വെട്ടിച്ചുരുക്കുന്നുണ്ട്. ആ വെട്ടിച്ചുരുക്കലൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ആയിട്ട് പോലും നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ജീവനക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങൾ വരുന്നുണ്ട്. K. രാമചന്ദ്രൻ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി PK രാമചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. NP വാസു വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. PK രവീന്ദ്രൻ അനുശോചന റിപ്പോർട്ട് അവതരിപ്പിച്ചു. M. അസീസ്, NCT വിജയകുമാർ, P. മുഹമ്മദ് തൗഫീഖ്, PK ഗോപാലകൃഷ്ണൻ, KP ചന്ദ്രൻ, PK രാജൻ, RP രമേഷ് കുമാർ, K. കുമാരൻ, K. ബേബി വിനോദിനി, K. സൂര്യകാന്ത് എന്നിവർ സംസാരിച്ചു. രാജൻ കക്കാടൻ്റെവിട തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. K. രാമചന്ദ്രൻ പ്രസിഡന്റായും PK രാമചന്ദ്രൻ സെക്രട്ടറിയായും NP വാസു ട്രഷററായും പുതിയ കമ്മിറ്റിയും നിലവിൽ വന്നു. ന്യൂമാഹി പെരിങ്ങാടി മൗലാന ആസാദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകനും പ്രമുഖ പ്രവാസി വ്യവസായിയുമായ കാസിനു മുസ്തഫ ഹാജി പതാക ഉയർത്തി. സാമൂഹ്യ പ്രവർത്തകനും പ്രമുഖ വ്യവസായിയുമായ കാസിനോ മുസ്തഫ ഹാജി പതാക ഉയർത്തി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആസിഫ് അലി, സെക്രട്ടറി VP മുഹമ്മദ് നൌഫൽ, യൂസഫ് ഹാജി, സലീം കുഞ്ഞിക്കണ്ടി, TK വസീം, ഖലീൽ, മുസ്തഫ P, അർജുൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പൊന്നം കുണ്ടുച്ചിറയിലെ TV അനന്തൻ നായർ സ്മാരക സ്പോർട്സ് ക്ലബിന്റെ 45ാം വാർഷികാഘോഷം സമാപിച്ചു. 2 മാസം നീണ്ടുനിന്ന കലാകായിക മത്സരങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. പൊന്നം കുണ്ടുച്ചിറയിലെ TV അനന്തൻ നായർ സ്മാരക സ്പോർട്സ് ക്ലബിന്റെ 45ാം വാർഷികാഘോഷം സമാപിച്ചു. 2 മാസം നീണ്ടുനിന്ന കലാകായിക മത്സരങ്ങൾക്കാണ് സമാപനമായത്. സാംസ്കാരിക സമ്മേളനം CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ആർലേക്കർ എന്ന് പറയുന്ന പുതിയ ഗവർണർ കേരളത്തിലെ 3.5 കോടി മലയാളിക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ആ പരിഗണന എന്നുള്ളതും അംഗീകാരവും വന്നത് നാം കാണേണ്ടതുണ്ട്. കേരളം മുന്നേറുകയാണ്. പുതിയ കേരളം, ഒരു നവകേരളം. എന്താ ഇങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പുതിയ കേരളമല്ല നവകേരളമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ്. പുതിയ കേരളം ഉണ്ടായിട്ടുണ്ട്. 1957 ശേഷം ഒരു പുതിയ കേരളം രൂപം കൊണ്ടിട്ടുണ്ട്. എന്നാൽ ആ പുതിയ കേരളം ഒരു നവകേരളമായി മാറ്റുന്നതിനു വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പല കോണുകളിൽ നിന്നും തടസ്സങ്ങളും അതുപോലെ തന്നെ എതിരഭിപ്രായങ്ങളും ഉണ്ടാക്കി ആ നവകേരളമെന്ന ആശയത്തെ പുറകോട്ട് വലിക്കാനും തകർക്കാനുമുള്ള പരിശ്രമം എന്ന നിലയിൽ ചിലർ രംഗത്ത് വരുന്നത് എന്നത്
ഈ റിപ്പബ്ലിക് ദിനമായ ഇന്ന് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. എന്തായിരുന്നു പഴയ കേരളം? പി ഭാസ്കരൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ അനുഗ്രഹീത കവിയായിട്ടുള്ള ഗാനരചയിതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഒരു സിനിമയിലെ ഒരു വരി നമ്മുടെ മനസ്സിലുണ്ടാകും. ഒരുപക്ഷെ പുതിയ തലമുറക്ക് കേട്ടുപരിചയമുള്ളതും പഴയകാല തലമുറ അവരുടെ നാവിൻ തുമ്പിൽ നിന്ന് ഇപ്പോഴും തത്തിക്കളിക്കുന്നതുമായിട്ടുള്ള ആ പാട്ടിൻ്റെ വരികൾ. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാലുകാലോല പുരയുണ്ട്, അതിൽ നാരായണക്കിളി കൂടുപോലുള്ളൊരു നാലുകാലോല പുരയുണ്ട്, അത് പഴയ കേരളം. ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ചെറിയ കുട്ടികൾക്ക് ഒരുപക്ഷെ ഈ ഭാസ്കരൻ രചിച്ച ആ പാട്ടിൻ്റെ വരി കേൾക്കുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ ഇയാളെന്താണ് ഈ പറയുന്നത്? നാരായണക്കിളി കൂടുപോലുള്ളൊരു നാലുകാല ഓലപ്പുര. ഈ ഇരിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള പിഞ്ചു കുട്ടികൾ പോയിട്ട് പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരെന്ന് പറയുന്നവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തതാണ് ആ നാലുകാല ഓലപ്പുര. പക്ഷെ കേരളത്തിൻ്റെ അതിർത്തി കടന്ന് നമുക്ക് പി ഭാസ്കരൻ്റെ ആ കവിതയിലെ ആ പാട്ടിൻ്റെ വരികളെ നാം മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളം മാറിയത്? എങ്ങനെയാണ് കേരളം മാറിയത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ അതിർത്തികളിൽ കിടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ പി ഭാസ്കരൻ്റെ ആ പാട്ടിലെ വരികൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും നാരായണക്കിളി കൂടുപോലുള്ള നാലുകാൽ ഓരപ്പുരകൾ അവിടെയും ഇവിടെയുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതും? പഴയ കേരളത്തിൽ ഈ പറയുന്ന ഈ കുണ്ടുചിറയിൽ ആ നാലുകാൽ ഓലപ്പുരകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നെവിടെയെങ്കിലും നമുക്ക് പരതി നോക്കിയ എവിടെയെങ്കിലും ആ സാഹചര്യം, അന്നത്തെ ഒരവസ്ഥ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ടി ശശിധരൻ, എ വാസു, എ കെ ഷിജു എന്നിവർ സംസാരിച്ചു. സി വത്സൻ സ്വാഗതവും കെ വി രാജീവൻ നന്ദിയും പറഞ്ഞു. നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ നേടിയ പൊന്നത്തിന്റെ കായിക താരം ജി രവീന്ദ്രൻ മാസ്റ്ററെ ചടങ്ങിൽ MC പവിത്രൻ ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. CPM പാറപ്പുറം ലോക്കൽ സെക്രട്ടറിയും സി മാധവൻ സ്മാരക വായനശാല കമ്മിറ്റി അംഗവും KSTA മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന വി പ്രസാദൻ മാസ്റ്ററെ ജന്മനാട് അനുസ്മരിച്ചു. സി മാധവൻ സ്മാരക വായനശാലയിലാണ് അനുസ്മരണം നടന്നത്. CPM പാറപ്പുറം ലോക്കൽ സെക്രട്ടറിയും സി മാധവൻ സ്മാരക വായനശാല കമ്മിറ്റി അംഗവും KSTA മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന വി പ്രസാദൻ മാസ്റ്ററെ ജന്മനാട് അനുസ്മരിച്ചു. സി മാധവൻ സ്മാരക വായനശാലയിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷനായി. കുടുംബത്തിനും പാർട്ടിക്കും നമ്മുടെ പ്രദേശത്തിനും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നാം എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. സഖാവ് പ്രസാദൻ മാസ്റ്ററുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഏതൊരാൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒന്നാണ്. തൻ്റെ ചെറുപ്പകാലം മുതലേ കമ്മ്യൂണിസ്റ്റ് ആശയമാണ് മനസ്സിനകത്തുണ്ടായത്. ആ ആശയത്തെ തുടർന്നാണ് താൻ ബാലസംഘത്തിൻ്റെ ഒരു പ്രവർത്തനായിരിക്കുന്ന ഘട്ടത്തിൽ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടിയുള്ള സമരം ആരംഭിച്ചത്. CPIM പിണറായി ഏരിയ സെക്രട്ടറി കെ ശശിധരൻ, KSTA നേതാവും മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ PC ഗംഗാധരൻ മാസ്റ്റർ, ബാലാവകാശ കമ്മീഷൻ ചെയർമാനും ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ PTA മുൻ ഭാരവാഹിയുമായ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ, ലൈബ്രറി കൌൺസിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ, NGO യൂണിയൻ നേതാവ് AT രതീശൻ, CPI പാറപ്പുറം ലോക്കൽ സെക്രട്ടറി മഹേഷ് മാസ്റ്റർ, TTC കൂട്ടായ്മ പ്രതിനിധി അഷ്റഫ് മാസ്റ്റർ, CPIM പിണറായി ഏരിയ കമ്മിറ്റി അംഗം ദീഷ്ണ പ്രസാദ്, CPIM മുൻ പാറപ്പുറം ലോക്കൽ സെക്രട്ടറി KK രാഘവൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ആദിവാസി മേഖലയിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് സഹവാസ ക്യാമ്പ് നടത്തി ആ തലശ്ശേരിയെക്കുറിച്ചും കടല് കാണിച്ചു, സിനിമ കാണിച്ചു. ആ കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ സ്കൂളിൽ 24 മണിക്കൂറും നിന്നുകൊണ്ട് ചെയ്ത പ്രസാദ് മാഷിൻ്റെ ഒരു മാതൃക ചെറുതല്ല. അഡ്മിഷൻ കാലത്ത് പ്രസാദ് മാഷിന് ഒരു നിമിഷം പോലും ഫോൺ താഴെ വെക്കാൻ കഴിയില്ല.
100-100 അപേക്ഷകൾ വരും. ആകെ അത്രയോ കുട്ടികളുള്ളൂ, 100-120 കുട്ടികളെ എടുക്കാൻ. ഏതൊക്കെ ഭാഗത്തുനിന്ന് പ്രസാദ് മാഷയാണ് വിളിക്കുന്നത്? പ്രിൻസിപ്പലിനെയും HM-നെയും ഒന്നും ആരും വിളിക്കാറില്ല. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം പ്രസാദ് മാഷ്. ഒരു സ്കൂളിനെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബ്രില്യൻ സ്കൂൾ. ഞങ്ങൾ അവിടെ ഏകദേശം 70 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ അവിടെ നടത്തിയിട്ടുണ്ട്. ഞാൻ ആരോടും വെളിപ്പെടുത്താത്തൊരു സത്യമാണ്. എനിക്ക് ഒരുപാട് ആളുകൾ വേണ്ടപ്പെട്ടവരൊക്കെ വേർപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നൊരു ഷോക്ക് തോന്നിയത് ആ സന്ദർഭത്തിലാണ്. ഇപ്പം ടി വാസുദേവൻ നായരുടെ വേർപാട് നമ്മളിങ്ങനെ മാഞ്ഞിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മഞ്ഞ് എന്ന് പറഞ്ഞ നോവലിൽ പറഞ്ഞൊരു വാക്യമുണ്ട്, മരണം രംഗബോധമില്ലാത്ത കോമാളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഷേക്സ്പിയറുടെ ഒരു പ്രയോഗം കണ്ടെടുത്തിയാണ്. മരണം തീർച്ചയായിട്ടും പ്രസാദ് മാസ്റ്ററെ സംബന്ധിച്ച് അന്വർത്താണ്, രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. എല്ലാവരും കണ്ട് ലോക്യം പറഞ്ഞ് അതുപോലെ പല രീതിയിലും പച്ച പിടിച്ച ഓർമ്മയുള്ള സമയത്താണ് ഒരു മഹാ അഗ്നി വന്ന് ചാമ്പലാക്കിയ പോലെ നമുക്ക് തോന്നിയിരുന്നത്. പ്രസാദ് മാഷുമായുള്ള അടുപ്പത്തിന് ഒരുപാട് വർഷത്തെ പഴക്കമൊന്നുമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും മരിക്കും, അകാലത്തിൽ പലരും മരിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ മരണങ്ങളും നമുക്ക് ദുഃഖമാണ്, സങ്കടമാണ്. പക്ഷെ ചില മരണം നമ്മളെല്ലാം വല്ലാതെ ദുഃഖിപ്പിക്കുകയും അതുപോലെ തന്നെ ഇനി എന്ത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ഘട്ടമാണ്. മാഷ് KSTയുടെ ഒരു പ്രവർത്തകനെന്ന നിലയിൽ അഡ്വക്കേറ്റ് വി പ്രദീപൻ സ്വാഗതവും M പ്രജീഷ് നന്ദിയും പറഞ്ഞു. അതസി ആയുർ വെൽനസ് ആൻഡ് ആഫ്റ്റർ ഡെലിവറി കെയർ മാഹി ചാലക്കരയിൽ പ്രവർത്തനം തുടങ്ങി. മുൻ പുതുച്ചേരി ആരോഗ്യ വകുപ്പ് മന്ത്രി E വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. അതസി ആയുർ വെൽനസിന്റെ 3ാമത്തെ ബ്രാഞ്ചാണ് മാഹി ചാലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിനു പുറമെ കോഴിക്കോട്, മട്ടന്നൂർ എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്. മാഹിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു അനുഭവമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രസവാനന്തരം അമ്മക്കും കുഞ്ഞിനും ആവശ്യമായ പരിചരണങ്ങൾ കിട്ടാനും കുടുംബസമേതം താമസിക്കാനുമുള്ള സൗകര്യമാണ് ഇവിടെ ഇതിൻ്റെ ഉടമസ്ഥർ ഒരുക്കിയിട്ടുള്ളത്. ഇത് മാറി വരുന്ന നമ്മുടെ കാലത്തിന് അനുയോജ്യമായ ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ സംഘാടകർക്ക്, ഇതിൻ്റെ ഉടമകൾക്ക്, അഭ്യുദയകാംക്ഷികൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇത് നല്ല നിലയിൽ വളർന്നു വരട്ടെ. കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ആരോഗ്യ പരിചരണ രംഗത്ത് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പ്രസവാനന്തര ചികിത്സ, ഡിസ്ക് സ്പൈൻ ചികിത്സ, അമിതവണ്ണത്തിനുള്ള ചികിത്സ, സ്കിൻ ആൻഡ് ഫെയർ ചികിത്സ, ഹോർമോൺ വ്യതിയാനങ്ങൾ, PCOD, തൈറോയിഡ്, വെരിക്കോസ് വെയിൻ ചികിത്സ, സ്ട്രെസ് മാനേജ്മെൻറ്റ്, പഠനവൈകല്യം, വിഷാദം തുടങ്ങി എല്ലാവിധത്തിലുള്ള രോഗങ്ങൾക്കും ആവശ്യമായ ചികിത്സ ഇവിടെ ഒരുക്കിയതായി ഡോക്ടർ നസ്ല അഹമ്മദ് പറഞ്ഞു. ഞാൻ ഡോക്ടർ നസ്ല,
അത്തസി ആയുർ വെൽനസ് ആൻഡ് ആഫ്റ്റർ ഡെലിവറി കെയറിൻ്റെ സീനിയർ കൺസൾട്ടൻ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടറാണ്. ഞങ്ങളുടെ മൂന്നാമത്തെ സംരംഭം ഇന്ന് ചാലക്കരയിൽ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. സ്ത്രീകളുടെ പ്രസവാനന്തര ശുശ്രൂഷയോടൊപ്പം തന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് വേണ്ട എല്ലാ ചികിത്സകളും ഞങ്ങൾ ഈ സ്ഥാപനത്തിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. അശാസ്ത്രീയമായ പ്രസവരക്ഷയിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ എല്ലാ രീതിയിലുള്ള ചികിത്സകളും സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള എല്ലാ രീതിയിലുള്ള ചികിത്സകളും ഞങ്ങളിവിടെ നൽകുന്നുണ്ട്. പ്രസവ ശുശ്രൂഷയ്ക്ക് പുറമെ ഡിസ്ക് ആൻഡ് സ്പൈൻ മാനേജ്മെൻറ്റ്, ഒബിസിറ്റി മാനേജ്മെൻറ്റ്, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ്, PCOD ആൻഡ് തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, വെരിക്കോസ് വെയിൻ, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ എല്ലാ രീതിയിലുള്ള ചികിത്സകളും ഞങ്ങളിവിടെ പ്രദാനം ചെയ്യുന്നുണ്ട്. ചാലക്കര ഉസ്മാൻ ഗവൺമെൻറ് ഹൈസ്കൂളിന് മുൻവശത്തായാണ് അത്തസി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. KC പെട്രോളിയം പന്തക്കൽ മൂലക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മാഹിയിലെ ഏറ്റവും വലിയ ഔട്ട്ലെറ്റ് മൂലക്കടവിൽ ആരംഭിച്ചത്. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് KC പെട്രോളിയം മൂലക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചത്. നജ്മ മുസ്തഫ ഉദ്ഘാടന കർമ്മം നടത്തി. അരിയാക്കൂൽ, മൂലക്കടവ് ജുമാ മസ്ജിദുകളിലെ ഉസ്താദുമാരായ ഉസ്മാൻ, മുജീബ്, ഷറഫുദ്ദീൻ സക്കാഫി എന്നിവർ പ്രാർത്ഥന നടത്തി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മാഹിയിലെ ഏറ്റവും വലിയ ഔട്ട്ലെറ്റാണ് മൂലക്കടവിലെ KC പെട്രോളിയമെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കോഴിക്കോട് ഡിവിഷണൽ റീറ്റെയിൽ സെയിൽസ് ഹെഡ് ലവ് ഗോയൽ പറഞ്ഞു. After the start of NOCs by Mahi administration, I think it was now for the last 15-20 years. So this is the first outlet by IOCL as well as any other OMC in Mahi. And I can also guarantee that this is the best looking outlet with 100% Q&Q. And I congratulate our dealer Jasim Mustafa, who has put in all his efforts to ensure the timely start of this RO. And I wish all the best to entire KC Group as well as IOCL team to make this RO the highest selling one in the entire IC class of market. So with these words, all the best and we can start the sales. കോഴിക്കോട് റീറ്റെയിൽ സെയിൽസ് മാനേജർമാരായ അഹ്രി ശ്രീനാഥ്, MKS രാജേഷ് എന്നിവർ പങ്കെടുത്തു. ജീവനക്കാർക്കുള്ള മാർഗനിർദ്ദേശവും ഇവർ നൽകി. ENT സർജൻ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി ആദ്യ ഉപഭോക്താവായി. വിശ്വസ്തതയും സുതാര്യതയുമാണ് KC പെട്രോളിയത്തിന്റെ മുഖമുദ്രയെന്ന് മാനേജിംഗ് ഡയറക്ടർമാരായ KC മുസ്തഫ, ജാസിം മുസ്തഫ എന്നിവർ പറഞ്ഞു. PK ഷാഹുൽ ഹമീദ്, കാസിം ചമ്പാട് എന്നിവരടക്കം നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.